ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ HSCയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫൈനൽ ആൻസർ കീ ഒക്കെ വന്നു. ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിലേക്കുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ വന്നു, വെരിഫിക്കേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിന്റെ എപ്പോൾ വരും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഓരോ സബ്ജക്റ്റുകാരും വെയിറ്റ് ചെയ്യുമ്പോൾ മാത്സുകാരുടെ എല്ലാ ജില്ലയിലെയും വന്നു കഴിഞ്ഞു. ഇംഗ്ലീഷ് ഓരോ ജില്ലകളിലായി വന്നുകൊണ്ടിരിക്കുന്നു. ഫിസിക്കൽ സയൻസിന്റെ 3 ജില്ലകളുടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നാച്ചുറൽ സയൻസിന്റെ 14 ജില്ലകളുടെയും വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന HSC ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ HSC ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പുതിയ ഇൻഫോർമേഷൻസും അതേപോലെ റാങ്ക് ലിസ്റ്റ്, ഇന്റർവ്യൂ പോലെയുള്ള നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സിനുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ നമ്മളുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ്, ഈ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ നിങ്ങളിലേക്ക് അയക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ മാത്രമല്ല, വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും കേട്ടോ. അപ്പോൾ വാട്സാപ്പിലൂടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഫ്രീ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും അതോടൊപ്പം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പം ഇനി നമ്മുടെ HSCയുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജൊക്കെ വന്ന ആളുകൾക്ക് ആകെ ടെൻഷൻ ആയിരിക്കും. കാരണം പരീക്ഷയിൽ നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ട് തന്നെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നത്. പക്ഷെ ഇന്റർവ്യൂ അല്ലെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇന്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഓരോ മാർക്കും നമ്മൾക്ക് എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ആ മാർക്കുകളാണ്, അല്ലെ? അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് മാത്രമേ നമ്മൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിലുള്ള നമ്മുടെ പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളെ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തിക്കുന്നതിനായിട്ട്, ഇന്റർവ്യൂവിനായി നിങ്ങളെ സമഗ്രമായി മോൾഡപ്പ് ചെയ്തെടുക്കുന്നതിനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇതാ HSC ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പുതിയ പ്രീമിയം ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ സാറും അതേപോലെ പ്രസീന മാമിന്റെയും ലീഡർഷിപ്പോട് കൂടി വരുന്ന ഒരു സ്പെഷ്യൽ ബാച്ചാണ് ഇത്. അപ്പോൾ ഈ ഒരു സെഷനിലൂടെ തന്നെ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ, അതിലുള്ള ഉത്തരങ്ങൾക്കായി നമ്മൾ എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്രസീന മാമിന്റെയും ബാലകൃഷ്ണൻ സാറിന്റെയും സ്പെഷ്യൽ ഗൈഡൻസ് ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഗൈഡൻസോടുകൂടി, ആ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സുകളോടുകൂടെ തന്നെ ഇന്റർവ്യൂവിനായി തയ്യാറെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ HSC ഇന്റർവ്യൂ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റിസൾട്ടിൽ നിൽക്കുന്ന സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചുകൾ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ആ ഒരു റാങ്കോട് കൂടി അല്ലെങ്കിൽ നമ്മളൊരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ എയിം സ്റ്റഡി സെന്റർ എന്നും നിങ്ങൾക്ക് കൂട്ടായി കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മറക്കണ്ട, 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്താണ് അപ്ഡേറ്റ് എന്നായിരിക്കും അല്ലേ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ HSC നാച്ചുറൽ സയൻസിന്റെ 14 ജില്ലകളുടെയും ലിസ്റ്റുകൾ നമുക്ക് വന്നു. അതിൽ ആകെ 541 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ മെയിൻ ലിസ്റ്റിലും സപ്ലി ലിസ്റ്റിലേക്ക് 901 ആളുകളുമാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ടോട്ടലി നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 1442 പേരാണ്. സ്വാഭാവികമായും എപ്പോഴും പോലെ തന്നെ എന്താണ്, നമ്മുടെ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ റാങ്ക് ലിസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിച്ചിട്ടുള്ളത്. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയമാണ് കേട്ടോ. അപ്പൊ ഇനി ഓരോ ജില്ലയുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണ്ടേ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം 29ഉം ഉപപട്ടികയിൽ 65ഉം ആകെ 94ഉമാണ്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് 58.67 ആണ്, അല്ലെ? നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 10-12 ചോദ്യങ്ങളോടും ക്യാൻസലും കാര്യങ്ങളും ഒക്കെ വന്ന ശേഷമാണ് ഈ നാച്ചുറൽ സയൻസിന്റെ പരീക്ഷകൾ ഉണ്ടായിരുന്നത്, അതിന്റെ ഫൈനൽ കീ വന്നതെന്ന്. കൊല്ലം ജില്ല നോക്കുമ്പോൾ മുഖ്യ പട്ടികയിൽ 30 ആളുകളും ഉപപട്ടികയിൽ 55, ടോട്ടൽ 85 ആളുകളുടെയും കട്ട് ഓഫ് ആണെങ്കിൽ 45.67 ആണ്. പത്തനംതിട്ട 15 പേരുടെ മുഖ്യ പട്ടിക, അതിൽ 42 പേരുടെ ഉപപട്ടിക, ടോട്ടൽ 57 പേരാണ് ആകെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 21 പേരുടെ മുഖ്യ പട്ടികയും 50 പേരുടെ ഉപപട്ടികയും, ടോട്ടലി 71 ആളുകളുടെ ഷോർട്ട് ലിസ്റ്റ്. അതേപോലെ തന്നെ കോട്ടയം ജില്ലയിൽ 10 പേരുടെ മുഖ്യ പട്ടിക, ഉപപട്ടികയിൽ 39 ആളുകൾ, ആകെ 49. കട്ട് ഓഫ് വന്നത് 44 ആയിരുന്നു. ഓക്കെ, കട്ട് ഓഫ് 44 എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പറയുന്ന കാര്യം 241 ആളുകളാണ് അവിടെ പരീക്ഷ എഴുതിയിരുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 49.
180 ആളുകൾ ഇടുക്കി ജില്ലയിൽ പരീക്ഷ എഴുതിയപ്പോൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് 56 ആളുകളായിരുന്നു. അതിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 41.67 ആണ്. അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 564 ആണ് വന്നിട്ടുള്ളത്. അതിൽ 71 ആളുകളുടെ ഷോർട്ട് ലിസ്റ്റ് ആണ്. 43.67 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നോക്കുമ്പോൾ 911 ആളുകളുടെ എക്സാം എഴുതിയ സമയത്ത് 88 ആളുകളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 53.0 ആയിരുന്നു കട്ട് ഓഫ്. പാലക്കാട് ജില്ലയിൽ 57 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് തന്നെ വന്നിട്ടുണ്ട്. 1447 പേരാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 2357 ആളുകളിൽ 300 ആളുകളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 56.33 ആയിരുന്നു കട്ട് ഓഫ്. 300 എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യ അല്ല അല്ലെ, അത്യാവശ്യം നല്ലൊരു സംഖ്യ തന്നെ അവിടെ വന്നിട്ടുണ്ട്. വയനാട് ജില്ലയിൽ 243 ആളുകൾ പരീക്ഷ എഴുതിയപ്പോൾ 89 ആളുകളാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 41.67 ആയിരുന്നു കട്ട് ഓഫ്. 672 പേർ കോഴിക്കോട് ജില്ലയിൽ പരീക്ഷ എഴുതിയ സമയത്ത് 112 ആളുകൾക്കാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 49 ആയിരുന്നു കട്ട് ഓഫ്. കണ്ണൂർ ജില്ലയിൽ 763 ആളുകൾ പരീക്ഷ എഴുതി. 102 ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 56.0 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയും ഒട്ടും മോശമൊന്നുമല്ല കട്ട് ഓഫിന്റെ കാര്യത്തിൽ. 1181 ആളുകൾ പരീക്ഷ എഴുതിയപ്പോൾ കാസർഗോഡ് ജില്ലയിലെ 123 ആളുകളുടെ ഷോർട്ട് ലിസ്റ്റ് ആണ്. കട്ട് ഓഫ് 58.67 ആണ്. അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് മുൻപിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ പരീക്ഷ കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ദേ പുതിയ പാഠപുസ്തകങ്ങളൊക്കെ വന്നു. ഇപ്പൊ ആദ്യം നമ്മുടെ HSAക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് എന്താണ് ആകെ അതിൽ മാറിയേ എന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് ഏതൊക്കെയായിരുന്നു? 5, 7, 9 മാത്രമായിരുന്നു അല്ലെ. ഇപ്പതേ എന്താണ് നമ്മൾ ഇനിയുള്ള അടുത്ത LPUPക്കായി തയ്യാറെടുക്കുമ്പോൾ 5, 6, 7, 8, 9, 10 നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെ കവറപ്പ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾക്ക് മുൻപ് അതേപോലെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഓരോ ബുക്കുകളുടെയും കണ്ടന്റുകൾ ഇൻഡെപ്ത് ആവുന്നുണ്ട്. കോമ്പറ്റീഷൻ ഓരോ വർഷം കഴിയുന്തോറും അത്രത്തോളം സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ഔട്ടായി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് മുൻപിലുള്ള കോമ്പറ്റീഷൻ ഓരോ ദിവസം കൂടുന്തോറും ഓരോ വർഷം കൂടുന്തോറും എന്താണ്? കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ LPUP ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പൊ ഈ പരീക്ഷ എഴുതി എന്താണ് മെസ്സേജ് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നില്ല, ഷോർട്ട് ലിസ്റ്റ് വന്നു, ഇനി ഞാൻ പഠിക്കുന്നില്ല എന്നിരിക്കുന്നുണ്ടാവും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഷോർട്ട് ലിസ്റ്റിലേക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലെ. 3 കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ടാവും ഇപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്നവർ അല്ലെ. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ പെടുന്നവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. നമ്മൾക്ക് മുൻപിലുള്ള കോമ്പറ്റീഷൻ വളരെ വലുതാണ്. അപ്പൊ ആ കോമ്പറ്റീഷനിൽ നമ്മളൊരു അഡ്വൈസ് വാങ്ങി നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈപ്പറ്റി അവിടെ പോയി ഒപ്പിട്ട് കഴിഞ്ഞാലേ നമ്മുടെ ഈ ഒരു ഓട്ടം അല്ലെങ്കിൽ ഈ ഒരു മാരത്തോൺ റേസിൽ നമ്മൾ ഫിനിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അല്ലാതെ ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് വന്നതുകൊണ്ടോ റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ടോ ഇന്റർവ്യൂ വന്നതുകൊണ്ടോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇല്ല എനിക്ക് സമാധാനമായി, ഇനി ഞാൻ പഠിക്കേണ്ടെന്ന് വിചാരിച്ച് ഇരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അടുത്ത ലക്ഷ്യം എന്താണോ അതിനെ നോക്കി നടക്കുക. ഇപ്പൊ കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്കത് അത്രയും ഹാപ്പി തന്നെയാണ്. പഠിച്ചത് എവിടെയും പോവില്ല. അപ്പൊ എന്ത് ചെയ്യുക? അടുത്ത LPUPക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഇനി സപ്പോസ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു, നമ്മൾ പിന്നാലേക്ക് പോവുകയോ നിയമനങ്ങൾ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കുറഞ്ഞു പോവുകയോ ചെയ്താലും നമ്മൾക്ക് പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരരുത്. അപ്പോൾ അടുത്ത സിലബസിന് നമ്മുടെ LPUPക്കുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പഠനം ഇപ്പോഴേ ആരംഭിക്കുക. അതും ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളിടത്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ LPUPയിൽ 1000ഓളം ആളുകളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ LPUPയുടെ പുതിയ ബാച്ചുകൾ ഇത് ആരംഭിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ മെന്റർഷിപ്പോട് കൂടിയുള്ള പ്രീമിയം ബാച്ചുകളാണ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നത്. ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, PDF മെറ്റീരിയൽ, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ 50 എണ്ണം നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. 7 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ സ്പെഷ്യൽ ഡിസ്കഷൻ സെഷൻസ് അവൈലബിൾ ആയിരിക്കും. SCRT, NCRT 5 മുതൽ +2 വരെയുള്ള പാഠഭാഗങ്ങളുടെ ബന്ധപ്പെട്ട PDF മെറ്റീരിയലും അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളും ഒക്കെ നൽകുന്നുണ്ട്. നിങ്ങളെ ഒരു റാങ്കിലേക്ക്, അടിപൊളി റാങ്കിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം നമ്മുടെ ബാച്ചിലൂടെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് നൽകുന്നത്. ആ ഫീച്ചേഴ്സോട് കൂടെ പഠിച്ച നല്ല നല്ല റാങ്കുകളിലേക്ക് എത്തിയ ആളുകളെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ അടിപൊളി റാങ്കിലൂടെ തന്നെ നിങ്ങൾക്കും അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ HSA ഇന്റർവ്യൂ ബാച്ചിലേക്കും അതേപോലെ തന്നെ നമ്മുടെ LPUPയുടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതേപോലെ നല്ല നല്ല റാങ്കുകളോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലിയായ അധ്യാപനം നിങ്ങൾക്ക് സ്വന്തമാക്കാം എയിം സ്റ്റഡി സെന്ററിലൂടെ. അപ്പൊ മറക്കണ്ട, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ആ ഒരു റിസൾട്ടോട് കൂടെ തന്നെ തയ്യാറെടുക്കാൻ
നിങ്ങളും തയ്യാറായിക്കൊള്ളുക. നമ്മളുടെ വിജയം കാണുന്നവരെയും നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.